ഇപ്പോൾ നമ്മൾ ഒരു ഓഫീസ് കൊളീഗുമായിട്ട് ഫ്ലോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക ആൻഡ് അത് പറയാം തമാശയ്ക്കല്ലേ ഫ്ലോട്ട് ചെയ്യുന്നത് എന്ന് പറയാം. പിന്നെ വന്ന് നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ഹൈഡ് ചെയ്ത് വെക്കുക. കല്യാണം കഴിച്ചാൽ ആൾക്കാർക്ക് അറിയില്ല, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണെന്ന് ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നതെന്നല്ല, പക്ഷേ നമ്മൾ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് പോലെ മൈക്രോ ചീറ്റിംഗ് ആയിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ ആരുമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ചാറ്റ് ഒക്കെ നടത്തുന്നുണ്ട്, നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ വേറെ ഒരാളിൽ കൺഫൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് അതൊക്കെ നമ്മൾ ഭയങ്കര സീക്രറ്റ് ആയിട്ട് വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറെ പേരിൽ സേവ് ചെയ്യുന്നത്, ഇതൊക്കെ മൈക്രോ ചീറ്റിംഗിൽ വരുന്ന ഒരു കാര്യമാണ്. ഇമോഷണൽ ചീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇപ്പോൾ നമ്മളുടെ പാർട്ട്ണറുമായിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു സേഫ് എൻവയൺമെൻറ്റ് അല്ല എന്ന് തോന്നിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ടും ഈ ആളെ റീപ്ലേസ് ചെയ്യുന്ന തരത്തിൽ ഫുള്ളി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളത് വേറൊരാളുമായിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അവിടെ പ്രശ്നത്തിലാകും. അവിടെ അതിന് വലിയ വില കൽപ്പിക്കാതെ മറ്റേ റിലേഷൻഷിപ്പിന് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ പറയുമ്പോൾ ആൾക്കാർ അതിനെ ന്യായീകരിക്കാറുണ്ട്, ഇന്ന റീസൺ കൊണ്ടല്ലേന്ന്. പക്ഷേ റീസൺ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്നത് ഇതാണ് ഓൺലൈൻ ചീറ്റിംഗ്, വെർച്വൽ മീഡിയ വഴി. ഇപ്പോൾ എന്താ പറയുക, ഇങ്ങനെ നമുക്ക് ചാറ്റ് ചെയ്യാൻ, വീഡിയോ കോൾസ് വഴി, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാനൊക്കെ ഓൺലി ഫാൻസ് അക്കൗണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില പാർട്ട്നേഴ്സിന് അത് ഓക്കെ ആയിരിക്കാം, ചില പാർട്ട്നേഴ്സിന് അത് ഓക്കെ അല്ലായിരിക്കാം. ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാതെ ഫിസിക്കൽ ഇൻറ്റിമസി വേറെ അടുത്ത് നടത്തുന്ന ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നവരുണ്ട്. ചില ആളുകൾക്ക് ഇമോഷണൽ കണക്ഷൻ ഒരു പ്രശ്നമായിരിക്കില്ല, പക്ഷേ ഫിസിക്കൽ ഇൻറ്റിമസി വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. സോ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ആൻഡ് ഹാവിങ് സെഡ് ദിസ്, ഞാൻ കുറേ റിലേഷൻഷിപ്സ് പോളിയാമറസ് ആയിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്, ഓപ്പൺ മാരേജസ് കണ്ടിട്ടുണ്ട്. ആൻഡ് അതൊക്കെ വളരെ മനോഹരമായിട്ട് അവർ കൊണ്ടു നടക്കാറുണ്ട് കേട്ടോ. സോ എല്ലാവരും മോണോഗാമസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് അതൊരു ചോയ്സ് ആണ്. ആൻഡ് ആളുകൾ അത് എങ്ങനെ കൊണ്ടു നടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറും നമ്മളും സെയിം പേജിലാണോ എന്ന് കൂടെ നോക്കണം. സോ ചില സമയത്ത് കാണാറുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണറിന് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വേണമായിരിക്കും. ആൻഡ് അപ്പോൾ പറയും നമുക്ക് ഇനി ഓപ്പൺ മാരേജ് ആക്കാം, അപ്പോൾ എനിക്ക് മറ്റേ റിലേഷൻഷിപ്പ് പറ്റുള്ളൂ. ചിലപ്പോൾ മറ്റേ ആൾ മോണോഗാമസ് ആയിരിക്കും, ആൾക്ക് ഇതേപോലെ ഒരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ അത് പറ്റത്തില്ലായിരിക്കും.